ഹായ് ഡിയേഴ്സ്, ഞങ്ങളൊന്ന് ബേപ്പൂര് പോവാട്ടോ. ദേ കാറിൽ കയറിയപ്പോൾ ലിയോന്റെ അവസ്ഥ ഇതാണ്. അവൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പിന്നെ പോയത്. വണ്ടി കയറിയപ്പോൾ പിന്നെ ലിയോന്റെ മൂഡൊക്കെ ചേഞ്ച് ആയി. ഭയങ്കര കളിയെന്നു കേട്ടോ അവന്. പാട്ടിനനുസരിച്ച് തുള്ളിയിരുന്നു. കളീൻ്റെ ക്ഷീണം കൊണ്ടാണ് അറിയില്ല. പിന്നെ ലിയോ കുറച്ചേരം ഉറങ്ങിട്ടോ. പിന്നെ അവൻ ഉണർന്നപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സൺഡേ അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലിയോ ആദ്യമായിട്ടാണ് കേട്ടോ ഇതേ തിരമാലയിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. ലിയോ കുഞ്ഞായപ്പോൾ 1-2 തവണയൊക്കെ ഇതേപോലെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അവനെ ഇങ്ങനെ കളിപ്പിക്കാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവനാണെങ്കിൽ അതൊന്ന് പോരാനും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ലിയോനെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളാണെങ്കിൽ കൂടി എപ്പോൾ കടൽ കണ്ടാലും കടലിൽ നിന്ന് പറഞ്ഞ് നമുക്കൊന്നും തോന്നില്ലല്ലോ. അതിൽ കളിച്ച് നിൽക്കാനല്ലേ ഇഷ്ടം. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിക്കാൻ വിചാരിച്ചിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ പൈനാപ്പിളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചൊരണ്ടേസ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിട്ടോ. മധുരമുള്ളതാട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എല്ലാവർക്കും അതാണ് ഇഷ്ടം. എന്നിട്ട് ഞങ്ങൾ അതിൽ കൂടെ കുറച്ച് നേരം നടന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് കാണാൻ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിയോ അത് അപ്പോഴും ഭയങ്കര കളിയിൽ തന്നെ ആയിരുന്നു. ഇതിൻ്റെ അറ്റം വരെ നടക്കണം എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ നടന്നിട്ടില്ലേന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ലിയോനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴാണ് ഒരു ആടിനെ കണ്ടത്. ഒന്നല്ല, അതിൽ കൂടെ കുറേ ആടുകൾ നടക്കുന്നുണ്ടായിരുന്നു. ലിയോക്കിന് ആടിനെ കണ്ടപ്പോൾ അതിനെ പിടിക്കാൻ കേട്ടോ. അവനാണ് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ബൈ.